ഇതൊരു നൈറ്റ് ഹോം ടൂറാണ്. ഇതാണ് എൻ്റെ ഹോം. എങ്ങനെയുണ്ട് ഗൈസ്? ഒരു നൈറ്റ് വൈബാണ്. വീട്ടിൻ്റെ അകത്തേക്ക് പോകാം. ഓപ്പൺ മഴയുള്ള ദിവസമാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് സെറ്റിങ്സ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉമ്മയുടെ ഇതാണ് കേട്ടോ. എൻ്റെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഫ്രണ്ടൊക്കെ ഇങ്ങനെയാണ്. ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷോക്കേഴ്സ്. ഇവിടെ മൊത്തം എൻ്റെയും എൻ്റെ അനിയത്തിമാരെയൊക്കെ ട്രോഫികളാണ്. ആൻഡ് ഇതാണ് ഹാളാണ് ഗൈസ്. ഹാൾ എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഹാള് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു 15 വർഷം പഴക്കമുള്ള വീടാണ്. ആൻഡ് ഇതാണ് സ്റ്റെയർ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് സ്റ്റെയർ. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനൊരു സീനാണ്. ആക്ച്വലി ഇതിപ്പം മഴയായതുകൊണ്ട് കുടയൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കുവാണ്. സൈസ് ഇതാണ് ഡൈനിങ്. നമ്മുടെ ഡൈനിങ് സ്പേസ് ഇതാണ്. ആൻഡ് ദിസ് ഈസ് വാഷിംഗ് സ്പേസ് ആണ്. ഓക്കെ, ഇത് കുളമായി കിടക്കുകയാണ് ഗൈസ്. ഇത് എൻ്റെ അനിയത്തിയുടെ റൂമാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ, ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. ആൻഡ് ദിസ് ഈസ് മമ്മാസ് ആൻഡ് ഡാഡാസ് റൂം. ഇങ്ങനെയാണ് ഗൈസ്. പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും ചെയ്യാത്തത് കൊണ്ട്. ആൻഡ് ദിസ് ഈസ് ബാത്റൂം. ആൻഡ് ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണിലോട്ടാണ് പോണത്. അപ്പോൾ കിച്ചണിൽ ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്. ലൈറ്റ് ഇടാം. ഇതാണ് മെയിൻ കിച്ചൺ. പിന്നെ ഇത് ഡബിൾ കിച്ചണാണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോറാണൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കിച്ചണാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇനി ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയുടെ റൂമാണ് ഗൈസ്. ഇത് കണ്ടോ കിടക്കുന്നത്? കൊള്ളാം, വളരെ നൈസായിട്ടുണ്ട്. ഇതാണ് കാണാൻ പറ്റിയ കാഴ്ച. പറയാതെ വന്ന് എടുത്തത് അവൾ അറിഞ്ഞില്ല. മിക്കവാറും എനിക്ക് കേൾക്കും. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ഗൈസ്. ഇനി മുകളിൽ എൻ്റെ റൂമിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നല്ലൊരു സ്റ്റെയറിൽ തുണിയൊക്കെ വിരിച്ച് കുളമാക്കി ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോം ടൂർ ചെയ്യാൻ വന്നത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തുണിയൊക്കെ ഇതുപോലെ കിടപ്പുണ്ട് ഇവിടെ. ആൻഡ് നോക്കിക്കോളൂ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കാം. നല്ലൊരു വൈബാണ്. ആൻഡ് ഇതാണ് ഗൈസ് എൻ്റെ റൂമാണ് ഗൈസ്. ദിസ് ഈസ് മൈ റൂം. ഇവിടെ നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഉണ്ട് ഗൈസ്. And this is my one of the favorite picture. ഇതെല്ലാം ഇവിടെ ഉണ്ട്. This is my world and this is my ഇനി
ഇവിടെ ആക്ച്വലി എല്ലാം കൂടി കൊണ്ടിട്ടേക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫാണ്. ഇവിടെ സ്റ്റഡി റൂം ആയിരുന്നു, ഇപ്പം വാരി വലിച്ചൊക്കെ ഇട്ടേക്കുവാണ് ഗൈസ്. ഇപ്പം എല്ലാ സാധനങ്ങളും വീട്ടിൽ വേണ്ടാത്ത എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയുണ്ട്. പഴയ വാഷിംഗ് മെഷീനുണ്ട്, ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ഓൾഡ് നമ്മളെ പഴയ LKG മുതൽ പഠിച്ച ബുക്സ് എല്ലാം ഇതിനകത്തുണ്ട് ഗൈസ്. നമ്മളത് ഇങ്ങോട്ട് പോകും, നമ്മൾ താഴോട്ട് പോണത്. ആൻഡ് ദിസ് ഈസ് അവർ, അറിയാലോ ഇത് നേരത്തെ കാണിച്ചതാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ ഇവിടെ ഒരു ഹിയർ ഈസ് ആൻഡ് ഇതാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂസൊക്കെ കാണാം. അതൊരു നല്ല കാഴ്ചയാണ് ഗൈസ്. നൈറ്റ് റെയിനി ഡേ. ഇതെന്താണെന്നറിയാമോ ഗൈസ്? ഇത് ഞാൻ വരച്ച പിക്ചറാണ്. എനിക്ക് ഇങ്ങനത്തെ കലകളും ഉണ്ട് കേട്ടോ. ആൻഡ് എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇവിടെ ഒരു കാക്ടസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. ബിക്കോസ് നല്ല മഴയുള്ള ക്ലൈമറ്റിൽ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കൊരു ഹാപ്പി, ഒരു ഫീലിംഗ് ഹാപ്പിയാണ്. ആൻഡ് നൈസാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്.